ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു ചെറിയ ടോപ്പിക്കായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത്, നിങ്ങളെ സ്നേഹിക്കാത്ത ആളുകളുടെ പുറകെ നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നു? നമ്മൾ പലർക്കും പല കൺസെപ്റ്റും ഉണ്ടായിരിക്കും. അതായത്, നമ്മുടെ പങ്കാളി അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അവരെന്നെ ഒരുപാട് കെയർ ചെയ്യണം, ഇമോഷണലി അവരെനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ടുണ്ടാകണം, എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടാകണം, അത്തരത്തിലെല്ലാം ഒരുപാട് സങ്കല്പങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് പ്രതീക്ഷകൾ എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ കറക്റ്റായിട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരാളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ് എന്നറിഞ്ഞിട്ടും നമ്മൾ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, അവരെ ചേസ് ചെയ്യുകയായിരിക്കും. എന്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാളുടെ പുറകെ നമ്മൾ പോകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയായിരിക്കും, നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ ആയിരിക്കണം. അതായത്, നമ്മുടെ ചെറുപ്പകാലത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലൊരു ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല നമ്മുടെ കൂടെ ഉള്ളവരിൽ നിന്ന്. അത് ചിലപ്പോൾ നമ്മുടെ സിസ്റ്റർ ആയിരിക്കാം, ബ്രദർ ആയിരിക്കാം, അല്ലെങ്കിൽ പേരൻസ് ആയിരിക്കാം. അത്തരത്തിലൊരു റിലേഷൻഷിപ്പോ അത്തരത്തിലൊരു സപ്പോർട്ടോ ആയിരിക്കില്ല നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളതുമായിട്ട് യൂസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സത് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് അത്തരത്തിലൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇത്തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആ ഒരു വ്യക്തിക്കും അത്തരം ഒരു ക്യാരക്ടറാണ്, അത്തരത്തിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ അത് നമുക്ക് നോർമലായിട്ട് തോന്നാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവരിലേക്ക് നമുക്കുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ അവരുടെ പിന്നാലെ പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇമോഷണൽ ഡിസ്റ്റൻസ് ഒരു കോമൺ പാറ്റേൺ ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു റീസൺ ആയിട്ട് പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായിരിക്കും. അതായത്, എന്തെങ്കിലും ഒരു മുറിവ് മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെ അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിന് പുറകെ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതായത്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നോ എന്തെങ്കിലും ഇമോഷണലി ഒരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണലി അവർ നിങ്ങൾക്കൊരു സപ്പോർട്ട് തന്നിട്ടുണ്ടാവായിരിക്കില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലും നിങ്ങൾ അതിലേക്ക് പാച്ചപ്പായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, അത്തരത്തിലൊരു സാഹചര്യത്തിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, ആ മുറിവ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ അന്നും റെഡിയായിരുന്നു. ആ ഒരു പാറ്റേൺ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോഴും അവർ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും ഒന്നും നിങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് തോന്നുകയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ കൂടെ നിൽക്കുന്ന ഒരാളെ ആണെങ്കിലും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഇതിനോട് അഡ്ജസ്റ്റ് ആയി പോവുകയും ആ വ്യക്തിയെ നിങ്ങളുടെ കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു രീതി നിങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നു. കാരണം ഓൾറെഡി നിങ്ങൾക്കത് ശീലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും അതിനെ പിന്തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത്തരം ഒരു റിലേഷനിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഉള്ളിലുള്ള ഒരു ട്രോമ പോലും നിങ്ങൾക്ക് ഓവർകം ചെയ്ത് വരാൻ സാധിക്കുകയില്ല. കാരണം അതിലും കൂടുതലായിട്ടുള്ള ഒരു ഫീലിങ്സും അതിലും കൂടുതലായിട്ടുള്ള ഒരു പ്രോബ്ലംസും അതിലും കൂടുതലായിട്ട് നിങ്ങൾ മെൻ്റലി വീക്ക് ആവാനാണ് സാധ്യതകളേറെ. അതായത്, ഇത് നമ്മൾ തന്നെ വിചാരിക്കും ഇതൊരു സൈക്കിളാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൽ ഞാൻ യൂസ്ഡ് ആണ്, അത്തരത്തിലൊരു ചിന്തയിൽ നമ്മൾ അതിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അങ്ങനെയും ചിലരെല്ലാം ഇതിൽ കുടുങ്ങി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തൊരു റീസൺ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെ തന്നെ ഓപ്പണായിട്ട് കാണിക്കാനുള്ളൊരു മടി, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഇതിനു മുന്നുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭയം അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ അടുക്കാനും ആ വ്യക്തിയുമായിട്ട് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അടുക്കാതിരിക്കാനായിട്ട് ചിലരെല്ലാം അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ തിരഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ്. ഇതിനു മുന്നേ ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് അവൈലബിൾ ആയിരുന്നു, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഒരുപാട് അവരുടെ കൂടെ നിന്ന ഒരാളാണ്. അതുപോലെ നിങ്ങൾ അത്തരത്തിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എങ്കിൽ, എന്നിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നില്ല, ഉപേക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്തതാണെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ഇത്തരത്തിൽ അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ചൂസ് ചെയ്യാനും അവരെ ചേസ് ചെയ്യാനുമായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. അവരുടെ പുറകെ പോകാനും പിന്തുടരുവാനും നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു റീസൺ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ചിലരെ സംബന്ധിച്ച് ഒരാളെ ചേസ് ചെയ്ത് അവരുടെ പുറകെ പോയി അവരുടെ ആ സ്നേഹം നമ്മൾ പിടിച്ചു വാങ്ങുമ്പോൾ ഉള്ള ഒരു സന്തോഷം
അത് നമ്മൾ അത്രയ്ക്കും അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഇവർ കരുതുന്നത്. ശരിക്കും നമ്മൾ ഒരുപാട് അവരുടെ പുറകെ നടന്ന് അല്ലെങ്കിൽ ഒരുപാട് കരഞ്ഞ് ഒരുപാട് വഴക്കടിച്ച് അത്തരത്തിലൊരു അറ്റൻഷൻ, അവരുടെ ഒരു പരിഗണന നമ്മൾ വാങ്ങിച്ചെടുക്കുകയാണ് എന്ന് വേണം പറയാൻ. അത്തരത്തിലൊരു അറ്റൻഷൻ കിട്ടുമ്പോൾ, ആ ഒരു പരിഗണന കിട്ടുമ്പോൾ അതൊരു സ്നേഹമാണെന്ന് നമ്മൾ കരുതും. അത്തരത്തിലൊരു സ്നേഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണന നമുക്ക് കിട്ടുമ്പോൾ അതിന് ഒരുപാട് വാല്യൂ ഉണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് വാല്യൂ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. ഇതും ഇങ്ങനെ ഒരു വ്യക്തിയെ പിന്തുടർന്ന് പോകാനായിട്ട് ഒരു റീസൺ ആയിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. ഇതും ശരിക്കും സപ്പോർട്ടായിട്ടുള്ള ഒരു ലവ് മീറ്റ് ചെയ്യാനുള്ള ഒരു തടസ്സമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. അടുത്തതായിട്ട് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ, അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്നേഹം, കെയർ, അത് എത്തരത്തിലുള്ളതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മളൊരാളെ സ്നേഹിക്കുന്നതും നമ്മുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ഷേപ്പും, നമ്മളൊരാളെ സ്നേഹിക്കുന്നതും നമ്മുടെ സ്നേഹത്തിൻ്റെ ആ ഒരു രീതി. അതായത് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരു വ്യക്തി അവരെങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഉത്കണ്ഠയുണ്ടായിരിക്കും. അതായത് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുമോ, അവർ നമ്മളെ ഉപേക്ഷിക്കുമോ, അത്തരത്തിലുള്ള ചിന്തകളെല്ലാം ഉള്ള ഒരു വ്യക്തി എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അവരതിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആവുകയും ചെയ്യും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ശരിക്കും ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണറിനെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരുടെ സബ് കോൺഷ്യസ്ലി അവരൊരു ഇത്തരത്തിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനിടവരികയാണ് ചെയ്യുന്നത്. അത് അവർ പോലും അറിയാതെ സംഭവിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഈ റീസണുകളെല്ലാം മൂലം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ തടയാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമുക്കൊരു സങ്കല്പം ഉണ്ടാകുമ്പോൾ, നമ്മൾ എത്തരത്തിലുള്ള ഒരാളാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിനു മുന്നുമുള്ള ട്രോമാസ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു സങ്കടം, അല്ലെങ്കിൽ അത്തരത്തിലുണ്ടായിട്ടുള്ള ഒരു മുറിവ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് ഹീലാക്കണം. അതിനെ നമ്മൾ ഫസ്റ്റ് അവിടെ നിന്ന് മാറ്റണം. എന്നിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചേരുന്ന രീതിയിലുള്ള ഇമോഷണലി സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു പാർട്ട്ണറിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചില പഠനങ്ങൾ പറയുന്നുണ്ട്, ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉള്ളവർ കൂടുതലായിട്ടും ഇത്തരത്തിൽ തങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാത്ത, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ ചേസ് ചെയ്ത് അവരുടെ പുറകെ പോയി അവരുടെ സ്നേഹത്തിനായി കെഞ്ചുന്നു, അല്ലെങ്കിൽ അവരുടെ പുറകെ പോകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരാളുടെ പുറകെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒന്ന് നമ്മളെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതെന്താണെന്ന് കണ്ടെത്തി അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ശ്രമിക്കുക. ഇത്തരത്തിൽ അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാളുടെ പുറകെ പോകുമ്പോഴും അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് കെഞ്ചുമ്പോഴും, ചിലപ്പോൾ നമ്മൾ കരഞ്ഞും ദേഷ്യപ്പെട്ടും എല്ലാം ആ ഇഷ്ടം വാങ്ങിച്ചെടുക്കുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാം. പക്ഷേ അതൊരിക്കലും ശാശ്വതമായ ഒന്നല്ല, അത് എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കാൻ പോകുന്ന ഒന്നല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും നമ്മളെല്ലാവരും നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് നമുക്കെല്ലാവർക്കും ആവശ്യം. അതുപോലെ തന്നെ അത് നമ്മുടെ അവകാശവുമാണ്. അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ നമ്മുടെ നീഡ്സിനനുസരിച്ച്, നമ്മുടെ ഇമോഷൻസിനനുസരിച്ച് അത്തരത്തിൽ നല്ലൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാനും അത്തരത്തിൽ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിനായി ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.